ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കോജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. വാൽമീകി സംഭൂത രാമം ഭോനിധി സംഗത ശ്രീമദ്രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 61ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടുമുമ്പ് കണ്ടത് വനവാസത്തിന് ഉദ്യുക്തനായ രാമൻ ലക്ഷ്മണനോടും സീതയോടും അമ്മയോടൊക്കെ യാത്രാനുവാദമായി. ലക്ഷ്മണനും സീതയും തന്നെ പിന്തുടരണമെന്ന് ദൃഢമായി പറഞ്ഞതുകൊണ്ട് അവരെ തൻ്റെ ഒപ്പം കൂട്ടാമെന്ന് സമ്മതിച്ചു. തൻ്റെ സ്വത്തും സീതയുടെതൊക്കെ ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു. യാത്രയ്ക്ക് സർവഥാ ഒരുങ്ങിക്കൊണ്ട് അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അവസാനം യാത്ര ചോദിക്കാൻ വേണ്ടി, യാത്രാനുവാദത്തിന് വേണ്ടിയിട്ട്. അച്ഛൻ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നതെങ്കിലും സജ്ജന മര്യാദ പ്രകാരം പോകുന്ന സമയത്ത് അച്ഛൻ അനുവാദമാകണം എന്നുള്ള സങ്കല്പത്തിൽ ദശരഥൻ്റെ കൊട്ടാരത്തിലെത്തുകയാണ്. അവിടെ വെച്ച് നടന്ന സംഭവങ്ങളാണ് ഇനി അടുത്ത 2-3 സർഗങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. 32ാം സർഗം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അയോധ്യാകാന്ഡത്തിൽ 33-34 സർഗങ്ങളാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. അത് തന്നെ പറയുന്നത് അവിടെ ദത്വാതു സഹവൈദേഹ്യ ബ്രാഹ്മണേഭ്യോധനം ബഹു ജഗ്മതുപ്പിതരം ദൃഷ്ടം സീതയാ സഖരാഘവൂ തഥോ ഗൃഹീതേ പ്രേക്ഷ്യാഭ്യാം അശോഭേതാം തദായുധേ മാലാദാമഭിലാസകൃതേ സീതായാ സമലംകൃതേ. അതായത് തൻ്റെ ധനവുമൊക്കെ ബ്രാഹ്മണേഭ്യോ ധനം ബഹു, ബ്രാഹ്മണർക്കായിട്ട് പമ്പിച്ച ഒരു ദാനമൊക്കെ ചെയ്തതിന് ശേഷം പിതരം ദൃഷ്ടും സീതയാസക, സീതയോട് കൂടിയിട്ട് അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ സാധാരണ ഇതിൽ ഈ അയോധ്യയൊക്കെ രാമൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പലതിക്കലും അലങ്കാരങ്ങളൊക്കെ ചെയ്തിരുന്നു. ജനങ്ങൾ മാളികയുടെ മേലെയും വലിയ ഗോപുരവാതിലിൻ്റെ മേലെയൊക്കെ വാതിൽപ്പടികളിലൊക്കെ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും രാമൻ കാര്യമായി പരിഗണിച്ചില്ല. കാരണം താൻ കാട്ടിലേക്ക് പോകാൻ പ്രതിജ്ഞാബദ്ധനാണ്. ജനങ്ങളുടെ വികാരങ്ങൾ കാണുകയും ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. തന്നോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും അതിലൊന്നും താനത് ഏറ്റെടുക്കുകയോ വികാരം കൊള്ളുകയും ചെയ്തില്ല. അത് പറയാണ്, തഥാ പ്രാസാദകർമ്മ്യാണി വിമാനശിഖരാണി ജാം അധിരുഹ്യ ജന ശ്രീമാൻ ഉദാസീനോദരോ. ഉദാസീനായിട്ട് നോക്കി മറ്റൊരു ഞാനെന്ന് ബോധമുള്ളവർക്ക് ഇത്രയൊക്കെ ജനങ്ങൾക്ക് എന്നോട് താല്പര്യമുണ്ട്, എന്നെ അവർ പ്രിയങ്കരനായിട്ട് കരുതുന്നുണ്ട് എന്നുള്ള അഭിമാനം ഉണ്ടാവും. അതൊന്നും അദ്ദേഹം പുറത്ത് കാണിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല. തനിക്കിപ്പോൾ മുഖ്യധർമ്മമായിട്ടുള്ളത് പുത്രധർമ്മമാണ്. ആ പുത്രധർമ്മം അനുഷ്ഠിക്കലാണ് തൻ്റെ പ്രധാന കർത്തവ്യം. അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഈ നിലയ്ക്ക് അത്ര ഇതൊന്നും മാനിക്കേണ്ട കാര്യം രാമനില്ല എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം പോയി. പദാദിം സാനുചന്ദ്രിഷ്ട സസീതജനാത്വത ഊജം ബഹുജനാവാദ ശോകോ മഹത ചേതസ. ഇങ്ങനെ രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട് പ്രത്യേകിച്ച് അകമ്പടിക്കാരൊന്നും ഇല്ലാതെ കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണല്ലോ. അകമ്പടിക്കാരോ ഇല്ല രാജകീയ ചിഹ്നങ്ങളൊന്നും ഇല്ലാതെയാണ് നടക്കുന്നത്. അപ്പോൾ ജനങ്ങൾ കണ്ടു. അപ്പോൾ ജനങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നത്. ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ അഭിപ്രായമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയാൻ ജനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അവരെ ഊജുർബഹുജന വാച ശോകോപഹത ചേതസ, ശോകത്തോടു കൂടി ദുഃഖത്തോടു കൂടിയിട്ട് ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. യം യാന്തമനിയാദിസ്മാത് അതിരംഗബലം മഹത്. വലിയ ഒരു നിലയിലിരിക്കുന്ന ഒരാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ നടന്നു പോകുന്ന വരുമ്പോൾ അവർക്കത് വലിയ ദുഃഖമായി തോന്നി. അവർക്ക് പ്രിയങ്കരനായിരിക്കുന്ന ആളാണ് രാമൻ. അവർ പറയുകയാണ്, ചതുരംഗപ്പടയോടുകൂടി നടക്കുന്നവനായ ദേവിത
തമേകം സീതയാ സാർദ്ധം മനിയാതിസ്മ ലക്ഷ്മണ. ലക്ഷ്മണനും സീതയും മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുടരാനുള്ളൂ. അങ്ങനെ ആരുമില്ലാതെ നടക്കുകയാണ്. എങ്ങനെ ഇതൊക്കെ കാണും? ഒക്കെ ആള് പലതരത്തിലുള്ളതായ ദുഃഖമൊക്കെ പ്രവഹിക്കുക. താമദ്യ സീത അമ്പശ്യന്തി രാജമാർഗഗതാജന. പണ്ട് ഈ സീത രാജകുമാരിയാണല്ലോ, ഇപ്പോൾ രാജപത്നിയായി. അങ്ങനെയുള്ള സീതയൊന്നും സാമാന്യ ജനങ്ങൾക്ക് കാണാൻ തന്നെ കിട്ടില്ല. ഏതെങ്കിലും ഉത്സവ സമയങ്ങളിലോ പൊതുവായ ചടങ്ങുകളിലൊക്കെ പ്രത്യക്ഷമായി ആയി എന്നല്ലാതെ ഈ അന്തഃപുരത്ത് കഴിയുന്ന രാജകന്യകുമാരി രാജസ്ത്രീകളൊന്നും സാമാന്യ ജനങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കില്ല. അങ്ങനെയുള്ള സീതയാണ് ഇന്ന് ഒരു സാധാരണ സ്ത്രീയെ പോലെ ജനക്കൂട്ടത്തിലൂടെ നടക്കുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. തമേകം സീതയാ ഐശ്വര്യസ്യ രസജ്ഞസ്സൻ കാമാനഞ്ചാകരോ മഹാൻ നേച്ചത്തിയ വനതം കർത്തും വചനം ധർമ്മഗൗരവാത്. ഇങ്ങനെ രാമൻ നടക്കുകയും കാട്ടിലേക്ക് പോകാൻ സന്നദ്ധനാവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? പിതാവിൻ്റെ വചനത്തെ ധർമ്മഗൗരവാത്, ധർമ്മഗൗരവം, ധർമ്മത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് തൻ്റെ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം പോവാണ്. യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും അർഹതയുള്ളവനാണ് ഈ രാമൻ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നടക്കാൻ. ആ സീതയാകട്ടെ, അവള് സീതം രക്തചന്ദന സേവിനിയും, ശരീരത്തിലൊക്കെ ലേപനങ്ങളൊക്കെ പുരട്ടി ചന്ദനങ്ങളൊക്കെ മാറിലടിഞ്ഞ് സുഖമായി ഇരിക്കേണ്ട ആളാണ്. അങ്ങനത്തെ ആളാണ്. ശീതഞ്ജനേഷ്യത്യാശോകർണതാം. ഈ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതായ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകൾ, അഥവാ ചൂട് തണുപ്പൊക്കെ എങ്ങനെ സഹിക്കും ഈ രാജകുമാരി എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ആ വാക്കുകളൊന്നും പ്രധാനമായി ഗണിക്കാതെ രാമൻ അച്ഛൻ്റെ ഗൃഹത്തിനൊക്കെ നടക്കുകയാണ്. ജനങ്ങൾ പല അഭിപ്രായവും പറയുന്നുണ്ട്. സദ്ഗുണസ്യാകഥം സ്യാൻ വിനിവാസനം. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു, ഈ ദശരഥന് എന്ത് പറ്റിപ്പോയി? തനിക്ക് പ്രിയം മാത്രം ചെയ്യുന്നവനായ ഈ രാമൻ അദ്ദേഹം കാട്ടിലേക്ക് പറഞ്ഞേക്കാണല്ലോ. കിം പുനര്യസ്യലോകോയഞ്ചിതോകൃത്തേന കേവലം. യഥാർത്ഥത്തിൽ സഹതാപില്ലായ്മ, സൗശീല്യം, സഹതാപില്ലായ്മ, നൃശംസതയില്ലായ്മ, സൗശീല്യം, ഇതൊക്കെ ഉള്ള ആളാണ് രാമൻ. രാമൻ്റെ ഗുണങ്ങൾ അവർ വേർത്തും പ്രശംസിക്കുകയാണ്. ആനൃശംസ്യം അനുക്രോശം സ്വതം ശീലം ദമാശമ രാഘവൻ ശോഭയന്തിയതേ ഷഡ്ഗുണ പുരുഷർഷഭം. ശ്രേഷ്ഠ പുരുഷന്മാർക്ക് വേണ്ടതായ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം. 6 ഗുണങ്ങൾ എണ്ണി പറഞ്ഞതാണ്. യാതൊരു വിധത്തിലുള്ള ക്രൂരതയില്ല, എല്ലാവരുടെ സഹതാപമുണ്ട്, ശാസ്ത്ര വിജ്ഞാനങ്ങളൊക്കെ നേടിയിട്ടുള്ളവനാണ്, സുശീലനാണ്, ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനാണ്, എപ്പോഴും ശാന്ത സ്വഭാവിയാണ്. അങ്ങനെയുള്ള 6 ഗുണങ്ങളോട് കൂടിയ ഈ രാമൻ, ഇപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവനായ രാമനാണല്ലോ കാട്ടിലേക്ക് പോകേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് നിൽക്കുന്ന ഈ പീഡ കൊണ്ട് ജനങ്ങൾക്ക് തന്നെ ദുഃഖമായി തീരും. മൂലം ശേഷ മനുഷ്യാണ് ധർമ്മസാരോഹി. എല്ലാ ശ്രേയസ്സിനും കാരണമായിരിക്കുന്നത് ധർമ്മമാണ്. ആ ധർമ്മത്തിന് നിൽക്കുന്ന ഈ പീഡ, ഇങ്ങനെ ധർമ്മിഷ്ഠനായിരിക്കുന്ന രാമൻ ബഹിഷ്കൃതനാവുന്നു, കാട്ടിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ആളും ഓരോ അഭിപ്രായം പറയുന്നത് മുഴുവൻ കവി വർണ്ണിക്കാൻ. യഥാർത്ഥത്തിൽ ഈ രാമൻ പോയി കഴിഞ്ഞാൽ ഈ അയോധ്യയ്ക്ക് യാതൊരു ശ്രേയസ്സും ഉണ്ടാവില്ല. രാമൻ പോകുന്ന കാടാണ് ശ്രേയസ്കരമായി തീരുക. അയോധ്യ വെറും വനപ്രദേശം പോലെ ആയിത്തീരും. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ രാജകീയമായ നാഗരികമായ സൗകര്യങ്ങളിലും അതൊക്കെ വ്യർത്ഥമായി തീരും. കാരണം നമുക്ക് എന്ത് ചെയ്യാം? ഈ ധർമ്മിഷ്ഠനായ രാമനെ വിട്ടിട്ട് ജീവിക്കാൻ വിഷമമാണ്. അതുകൊണ്ട് ഈ സീതാരാമന്മാരെയും ലക്ഷ്മണനെയൊക്കെ അനുഗമിക്കുകയാണ് നമുക്ക് നല്ലത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെയുള്ള ഈ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ വിജനമായി തീരും. നമുക്ക് രാമനെ തന്നെ പിന്തുടരാനാണ്. ഉദ്യാനാനി പരിത്യജ്യ ക്ഷേത്രാണിജ ഗൃഹാണിജ ഏകദുഃഖ സുഖാരാമം അനുഗച്ഛാമധാർമ്മികം. ധാർമ്മികനായിരിക്കുന്ന രാമനെ അനുഗമിക്കുക, പിന്തുടരാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ രാജകീയമായ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അയോധ്യ. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ധർമ്മിഷ്ഠനായ രാമനെ പിന്തുടരാം. ഇനി ഈ അയോധ്യ യഥാർത്ഥത്തിൽ വനപ്രദേശം പോലെ ആയിത്തീരുന്നതാണ്. കാരണം ഇവിടെ യാഗാദികളൊന്നും വേണ്ട പോലെ നടന്നൊന്നുമില്ല, ആഹ്ലാദരവങ്ങളൊന്നും ഉണ്ടാവില്ല, നൃത്തഗീതാദികളൊന്നും ഉണ്ടാവില്ല. കാരണം രാമൻ്റെ വിരഹം കൊണ്ട് ദുഃഖിക്കുന്ന അയോധ്യയിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ്. സമൃദ്ധ നിധനാനി പരിധ്വസ്താജിരാനിരാം. പലരും പറയാൻ സൂക്ഷിച്ചു വെച്ച നിധികൾ
കുഴിച്ചെടുത്ത് കൊണ്ടുപോയ നിലയിലുള്ള പറയാൻ സൂക്ഷിച്ചു വെച്ച ഒരു നിലവറയൊക്കെ ഉണ്ടാവുമല്ലോ. നിലവറയിലൊക്കെ പഴയ കാലത്ത് സ്വർണ്ണരത്നാദികളെ സൂക്ഷിക്കും. അതൊക്കെ ഒരാൾ കുഴിച്ചെടുത്ത് കൊണ്ടുകഴിഞ്ഞാൽ ആ നിലവറ എന്താണ് ഒരു ഗുഹ പോലെയാവും. അതേപോലെ ഈ അയോധ്യയുടെ ശ്രേയസ് മുഴുവൻ ഇല്ലാണ്ടാവുമെന്ന് പലതരത്തിൽ പറയാൻ. നഗരങ്ങളിലേക്ക് സ്വാഭാവികമായിരിക്കുന്ന ഉത്സവങ്ങളൊന്നും ഉണ്ടാവില്ല. ജനങ്ങളൊക്കെ അയോധ്യ വിട്ടു പൊഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജകീയ ഗ്രഹങ്ങൾ പോലും ചിലപ്പോൾ എലികളുടെയൊക്കെ മാളങ്ങൾ പോലെ ആയിത്തീരും. കഷ്ടനിഷ്ഠമായി പലതരത്തിലുള്ളതായ ജീവജാലങ്ങൾ പാർക്കും ഒക്കെ അവർ വിസ്തരിച്ച് പറയുന്നുണ്ട്. വിലാനി ദക്ഷിണ സർവേ സാനൂനി മൃഗപക്ഷിണ, മൃഗങ്ങളും പക്ഷികളും പാമ്പുകളൊക്കെ അവിടെയൊക്കെ നിവാസ സ്ഥാനമാക്കി തീർക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. എവിടെയാണോ രാമൻ പോകുന്നത് അവിടേക്ക് നമുക്ക് പോകാം. അതാണ് യഥാർത്ഥത്തിൽ പ്രിയങ്കരമായ സ്ഥലമായിത്തീരുക. അതുകൊണ്ട് നമുക്ക് വയം നഗരമേ വാസ്തു ഏന ഗച്ഛതി രാഘവ അസ്മാഭിസ്ഥ പരിത്യക്തം പുരം സമ്പദ്യതാം വനം. രാമൻ ഉപേക്ഷിച്ച് പോകുന്ന അയോധ്യ ഉപേക്ഷിച്ച് നമുക്കും അതേസെ പിന്തുടരാം. ഇതൊക്കെ കവി വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് രാമൻ്റെ സ്വഭാവ സൗശീല്യാദികളെക്കുറിച്ച് ബഹുജനത്തിനുണ്ടായിരുന്ന മതിപ്പ്, അദ്ദേഹം തങ്ങളെ വിട്ടിട്ട് കാട്ടിലേ പോകുന്നുള്ള അവരുടെ വിഷമമൊക്കെ കാണിക്കാൻ ഇങ്ങനെ പലതും അവർ പറഞ്ഞു എന്നാണ്. രാഘവേണവയം സർവേ വനേ വത്സ്യാം മൃഗം. ഈ കൊട്ടാരത്തിലെയോ അല്ലെങ്കിൽ നാഗരികങ്ങളായ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി രാമൻ്റെ അടുത്ത് കഴിയാന്നുള്ള അവരുടെ സുഖമാണ്. അതുകൊണ്ട് നമുക്ക് കൊട്ടാരം വിട്ടിട്ട് അഥവാ അയോധ്യ നഗരം വിട്ടു പോകുന്ന രാഘവേണ വയം സർവേ വനേ വത്സ്യാമ, നമുക്കൊക്കെ രാഘവനോട് കൂടിയിട്ട് രാഘവനായ രാമനോട് കൂടിയിരിക്കാം. ഇത്യേവം വിവിധാവാചോ നാനാജന സമീരിത ശുശ്രാവരാഘവ ശ്രുത്വാ നവിചക്രേസ്യ മാനസം. ഇങ്ങനെ ജനങ്ങൾ പലതും പറയുമ്പോൾ അതിലിടപെടുകയും ചെയ്തില്ല രാമനർത്ഥം. ജനങ്ങൾക്ക് തന്നോട് ഇത്ര വാത്സല്യവും ഭക്തിയും ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടെന്ന് ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. അപ്പോൾ അതിലൊരു അഭിമാനം തോന്നുക, ജനങ്ങളതിൽ അഭിനന്ദിക്കുക, അതൊന്നും രാമൻ ചെയ്തില്ല എന്നാണ്. കാരണം തൻ്റെ കർത്തവ്യം പിതൃവാക്യം പാലിക്കലാണ്. ജനങ്ങളുടെ അഭിപ്രായം തിരിച്ച് മാറുകയല്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും തന്നെ വിചക്രസ്യ മാനസം, തൻ്റെ മനസ്സിന് ഒരു ചലനം ഉണ്ടാക്കിയില്ല. എനിക്ക് ജനങ്ങളുടെ ഇത്രയൊക്കെ പിന്തുണയുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട് വേണമെങ്കിൽ പലരും അങ്ങനെ ഉണ്ടല്ലോ. കുറേ ആൾ പ്രേരിപ്പിക്കാനും പിന്താങ്ങാനും ഒക്കെ ഉണ്ടാകുമ്പോൾ പഴയ പ്രതിജ്ഞയിൽ നിന്നൊക്കെ വേർതിരിക്കുകയും ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വിപരീതം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പ്രമുഖന്മാരൊക്കെ പലരും കാണുന്നത്. പലരും രാജിവെച്ച് കഴിഞ്ഞാൽ താൻ തന്നെ ആളുടെ സംഘടിപ്പിച്ച് പ്രകടനം നടത്തുകയും രാജിവെക്കരുതെന്ന് പറയിപ്പിക്കുകയും ചെയ്യും. ജനങ്ങളുടെ വികാരത്തെ മാനിച്ച് പിൻവലിക്കുമെന്ന് പറയും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലൊന്നുമല്ല രാമൻ ചെയ്തതെന്നർത്ഥം. ജനപിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സത്യധർമ്മ ദീക്ഷയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയില്ല. അങ്ങനെയുള്ള ആ രാമൻ എന്ത് ചെയ്തു, കാലങ്ങളോട് കൂടിയിട്ട് ആ കൊട്ടാരത്തിൽ അച്ഛൻ്റെ അടുത്ത് എത്തി പറയാൻ സതുവേശ്മ പുനർമാതോ കൈലാസജികരപ്രഥം അഭിചക്രാമധർമാത്മാ മത്തമാതങ്ക വിക്രമ. ഞാനെപ്പോൾ വിക്രമത്തോടു കൂടി രാമൻ അങ്ങനെ ചെന്നു. അച്ഛൻ്റെ ഗൃഹത്തിൽ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സുമന്ത്രൻ്റെ പ്രധാനപ്പെട്ട തേരാളിയും മന്ത്രിയൊക്കെയാണ്. എപ്പോഴും ദശരഥൻ്റെ ആജ്ഞ പാലിക്കുകയും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ രക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ദീനനായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം കാരണം രാമന് കാട്ടിൽ പോകാനെന്നുള്ള വിചാരം കൊണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ടായിരുന്നു. അവിടെ പിതൃനിദേശേന ധർമ്മവത്സലോവനപ്രവേശേ കൃതബുദ്ധി നിശ്ചയ സ രാഘവ പ്രേക്ഷ്യ സുമന്ത്രമബ്രവീന്ന് നിവേദയ സ്വാഗമനം പ്രായമേ. അപ്പോൾ ദീനനായി നിൽക്കുന്ന സുമന്ത്രനെ പുറത്ത് നിൽക്കുന്നുണ്ട്. സുമന്ത്രനോട് രാമൻ പറഞ്ഞു, ഇതാ ഞാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു, അച്ഛനോട് അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അകത്ത് കിടന്നിട്ട്, അച്ഛനാണെങ്കിലും മഹാരാജാവാണല്ലോ, ഈ രാജാക്കന്മാരുടെയൊക്കെ രംഗത്തേക്ക് ഒരു അനുവാദമില്ലാതെ മുൻകൂട്ടി അറിയിക്കാതെ ഏത് സമയത്തും കടന്നു ചെല്ലുന്നതൊന്നും രാജകീയ മര്യാദയ്ക്ക് ചേർന്നതല്ല. നമ്മുടെ മകനാണെങ്കിൽ കൂടി താൻ പുറത്ത് നിന്നിട്ട് സുമന്ത്രനോട് പറഞ്ഞു, അച്ഛൻ അറിയിക്കൂല, രാമൻ കാത്തിരിക്കും അറിയിക്കുമെന്നു. അതിനുശേഷമുള്ളതാണ് 34 സർഗത്തിൽ പറയുന്നത്. തഥ കമലവത്രാക്ഷശ്യാമോ നിരുപമോ മഹാൻ വാചരാമസ്തം സൂതം പിതുരാഖ്യാഹി മാമിതി. ഒന്നുകൂടി ആവർത്തി പറഞ്ഞാൽ ഞാൻ അവിടെ കാത്തിരിക്കുന്ന അച്ഛനോട് പറയുന്നു. അദ്ദേഹം അകത്തേക്ക് കിടന്നിട്ട് ഉപരക്താം ആദിത്യം ഭസ്മച്ഛന്ന വിവാഹനം, ആ തേജസ്സുള്ള ആളായിരുന്നു രാമൻ എന്നൊക്കെ പറയാൻ. എന്നിട്ട്
അകത്ത് ചെന്നിട്ട് രാജാനം പൂർവം സൂതോദയ ആശിഷ, രാജാവിന് ആശിസ്സുകളൊക്കെ നടന്നതിന് ശേഷം, ചിലപ്പോൾ ഇന്നുണ്ടല്ലോ പ്രോട്ടോക്കോളൊക്കെ, അതിൽ ചില ആചാര മര്യാദകളുണ്ട്. രാജാവ് വിജയിക്കട്ടെ എന്നൊക്കെ ആശിസ് പറയും. അങ്ങനെ ആശിസ്സൊക്കെ പറഞ്ഞതിന് ശേഷം ആ സൂതനായിരിക്കുന്ന സുമന്ത്രരെ ഭയവിക്ലവയാ വാച മന്ദയാ ശ്ലക്ഷണയാ ബ്രവീത്, സാവകാശത്തിൽ മർദ്ദമുള്ള രീതിയിൽ പറഞ്ഞു. അത് ബഹുമാനത്തോടും ഭയവിക്ലവയാ, ഇടയ്ക്ക് തന്നാൽ മഹാരാജാവിന് ഇഷ്ടപ്പെടുമോ അറിയില്ലല്ലോ. അതുകൊണ്ട് ആ ഭയത്തോട് കൂടിയിട്ടും ഇങ്ങനെ പറഞ്ഞു. അയം സ പുരുഷം വ്യാഘ്രോ വാരിതിഷ്ഠതി തേ സുധാം, മഹാരാജാവെ അങ്ങയുടെ ശ്രേഷ്ഠനായ പുത്രൻ ഇതാ വാതുക്കൽ നിൽക്കുന്നുണ്ട്, അങ്ങയോടുള്ള ഞങ്ങളുടെ അനുവാദം വേണ്ടി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? വനത്തിലേക്ക് പോകാൻ ദൃഢനിശ്ചയിച്ചുകൊണ്ട് തൻ്റെ സ്വത്തുകൾ മുഴുവൻ ദാനം ചെയ്ത് തീരണം. ബ്രാഹ്മണേഭ്യോ ധനം നിത്വാ സർവം ജൈവോ ജീവനും, തൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തിനാണ് എടുത്തു പറഞ്ഞത്? ഇനി ഏതായാലും അയോധ്യയിൽ നിൽക്കാൻ ഭാവമില്ല, സമസ്തവും കൊടുത്തിട്ട് വാനപ്രസ്ഥനെ പോലെ പുറപ്പെടുക എന്നർത്ഥം. സത്വാം പശ്ചുതബദ്ധന്തേ രാമ സത്യപരാക്രമ, ആ സത്യപരാക്രമനായിരിക്കുന്ന രാമൻ അങ്ങേ കാണാൻ വയ്യാണ്, അതുകൊണ്ട് അനുവാദം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതും കേട്ടതിന് ശേഷം ആ ദശരഥൻ ആകപ്പാടെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. രാമൻ പോറായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആകപ്പാടെ വിഷമിച്ചു. വരുമെന്ന് പറയുന്നതിനേക്കാലത്ത് മുമ്പായിട്ട് സുമന്ത്രയോട് പറഞ്ഞു, എൻ്റെ എല്ലാ ഭാര്യമാരെയും വിളിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദശരഥന് കൗസല്യ, സുമിത്ര, കൈകേയി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രാജമഹിഷികളായി പട്ടമഹിഷികളായിട്ട് 3 പേരെ ഉള്ളെങ്കിലും 350 ഭാര്യമാർ വേറെ ഉണ്ടായിരുന്നു എന്ന് രാമായണത്തിൽ കാണാം. അത് ഇതിൽ തന്നെ ഈ സർഗത്തിൽ തന്നെ പറയാൻ പോകുന്നുണ്ട്. 350ഓളം ഭാര്യ ഉണ്ടായിരുന്ന ആളാണ്. അവരൊക്കെ വിളിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവരുടെയൊക്കെ മുമ്പാകെ രാമൻ അനുവാദം കൊടുക്കണം എന്നുള്ള വിചാരം മാത്രമായിരിക്കില്ല ചിലപ്പോൾ ദശരഥനെ നയിക്കുന്ന വികാരം. അപ്പം ഇത്രയും 350ഓളം പത്നിമാരൊക്കെ വന്നിട്ട് അവർക്കൊക്കെയും രാമൻ കാട്ടിലേക്ക് പോകുന്നതിൽ വിഷമമുണ്ടെന്നും അവരൊന്നും രാമൻ്റെ വനവാസത്തിന് അനുകൂലിക്കുന്നില്ല എന്നും കണ്ടു കഴിഞ്ഞാൽ കൈകേയിക്ക് വല്ല മാറ്റം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടുമായിരിക്കാം ഈ കൈകേയി ഒഴിച്ചിട്ട് ബാക്കി ഈ 350 ഭാര്യമാരും ബാക്കി 2 സുമിത്രയും കൗസല്യുണ്ടല്ലോ. ഇങ്ങനെ ഇവരൊക്കെ രാമൻ കാട്ടിലേക്ക് പോകുന്നതിനെതിരാണ്. അവർക്ക് കാട്ടിലേക്ക് രാമനെ പറഞ്ഞയക്കുന്നതിന് ദുഃഖമുള്ളവരാണെന്ന് കണ്ടു കഴിഞ്ഞാലെങ്കിലും താൻ ഒറ്റപ്പെട്ടു എന്നുള്ള വിചാരം കൊണ്ടെങ്കിലും കൈകേയി തൻ്റെ വാക്കിൽ തൻ്റെ നിലപാടിൽ വല്ല മാറ്റവും വരുത്തിയേക്കാം എന്ന് ദശരഥൻ വിചാരിക്കുന്നതാവാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് പറഞ്ഞതെന്നും കവി പറയുന്നില്ല. അദ്ദേഹം പറയുന്നതാണ്, സുമന്ത്രമാനേ മേ ദാരാൻ ഏകേജി മാമക ധാരൈവരി വ്രതസർവൈ ദുഷ്ടുമിച്ഛാവിരാഘവം. അല്ലയോ സുമന്ത്രരെ, എൻ്റെ എല്ലാ ഭാര്യമാരും എവിടെയൊക്കെയാണോ അവർ നിൽക്കുന്നത് അവിടെ നിന്നൊക്കെ വിളിച്ചു കൊണ്ടുവരൂ. അവരുടെ ഒക്കെ കൂടെ ചേർന്നിട്ട് ഞാൻ രാമനെ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. സോ അന്തഃപുരമേ തീവ്യാ സ്ത്രീയസ്ഥാവാക്യം ബ്രവീത്. ഭാര്യമാരൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. അവർ എങ്ങനെയുള്ള കൗസല്യ സുമിത്രയാകട്ടെ തുടുത്ത കണ്ണുകളോട് കൂടിയിട്ട് നനഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് അവരും വന്നു. എന്നിട്ട് 13ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായി പറയുന്നില്ല 350 ഭാര്യമാരുണ്ടായിരുന്നു അവിടെ കാണാം. അർദ്ധസപ്ത ശതാസ്തത്ര, സപ്തശതം 700 700 350 ഭാര്യമാരും അവിടെ എത്തിയതാണ്. പ്രമദ താമ്രലോചന കൗസല്യാം പരിവാര്യാധാശനീമൃതാം. ധൃതവ്രതകളായിരിക്കുന്ന ഈ ഭാര്യമാരൊക്കെ സാവധാനത്തിൽ കൗസല്യം മുൻനിർത്തിയിട്ട് ദശരഥൻ്റെ അടുത്തേക്ക് വന്നു. അവരൊക്കെ ഒരു സന്തോഷവതികളായിരുന്നില്ല. കാരണം രാമൻ കാട്ടിലേക്ക് പോകുന്നുള്ള വാർത്ത അത്രയും പ്രചരിച്ചു കഴിഞ്ഞു. വിഷമത്തോടു കൂടിയാണ് വന്നത്. ആഗതേഷു ധാരേഷു സമവേക്ഷ്യമഹീവതി. വന്നുചേർന്ന ഭാര്യമാരൊക്കെ കണ്ടപ്പോൾ വാദരാജാ തം സൂതം സുമന്ത്രം ആനയമേ സുതം. ഈ ഭാര്യമാരൊക്കെ എത്തിച്ചേർന്നു കണ്ടപ്പോൾ സുമന്ത്രനോട് പറഞ്ഞു, എൻ്റെ മകനായ രാമനെ വിളിക്കുമോ. രാമനെ കൊണ്ടുവന്നു. അപ്പോൾ ഈ അങ്ങനെയുള്ള സംഖ്യാബലം കൊണ്ട് തെല്ലൊക്കെ നേരിട്ട് കളയാം എന്ന് വിചാരിക്കും. തനിക്ക് കൂടുതൽ ആളുടെ പിന്തുണയുണ്ട് എന്ന് കണ്ടിട്ട് വേറൊരാളെ ദുർബലരാക്കാൻ ശ്രമിക്കുക ഒരു രാഷ്ട്രതന്ത്രം കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഭാര്യമാർ, ഇത്രയൊക്കെ സ്ത്രീകളും രാമൻ്റെ വനവാസത്തിനെതിരാണെന്നും അതിൽ ദുഃഖിക്കുന്നവരാണെന്ന് കണ്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ കൈകേയിക്കുമല്ല മനഃപരിവർത്തനം ഉണ്ടായേക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. അതിനുശേഷം രാമനെ വിളിച്ചു. രാമനാകട്ടെ ഇതിനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അദ്ദേഹം അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. അതിനുശേഷം രാമനെ കണ്ടതോട് കൂടിയിട്ട് ഈ സ്ത്രീകളൊക്കെ രാമ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു.
സോവിദ്രാവവേഗേന രാമം ദൃഷ്ട്വാ വിശാംപതീതം അസംപ്രാപ്യ ദുഃഖാർത്ഥ പപാതഭൂമൂർച്ഛിതം. ആ ഭഗവത് ആക്കെ നമസ്കരിക്കുമ്പോഴേക്കും ഈ ദശരഥനാകട്ടെ മോഹാസിപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ആ പുത്രനെ പറ്റിയുള്ള വിചാരം കൊണ്ട് തന്നെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഹാ രാമേതി ഹാ രാമേതി സഹസാ ഭൂഷണധ്വനി വിശ്രിത തം പരിഷ്വജ്യ ബാഹുഭ്യാം താഉഭൗ രാമലക്ഷ്മണൗ പര്യങ്കേ സീതയാ സാർത്ഥം രുദന്ത സമവേശയൻ. രാമലക്ഷ്മണ സീതയൊക്കെ അവരെ അടിയിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ആപാടെ ഹാ എന്ന് കരഞ്ഞു. ഞാൻ ആഭരണത്തിൻ്റെ കിലുക്കത്തോടൊപ്പം അങ്ങനെ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് പ്രജ്ഞയൊക്കെ വീണ്ടെടുത്തിട്ട് ഉപാചപ്രാഞ്ജലിപശോ കാരണം അവരിപ്ലുതാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ തൽക്കാലം ബോധം തെളിഞ്ഞു കണ്ടപ്പോൾ കൂപ്പുകൈയോട് കൂടിയിട്ട് ആ രാമൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ വനത്തിന് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കൈകൈയോട് നേരത്തെ പറഞ്ഞ ആൾ ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ വാക്ക് എനിക്ക് പാലിക്കേണ്ടതുണ്ട്. അമ്മയായ കൗസല്യോട് കഷ്ടിച്ചൊക്കെ ഞാൻ അനുവാദമായി കഴിഞ്ഞു. ഈ ലക്ഷ്മണനും രാമനും ലക്ഷ്മണനും സീതയും എന്നെ അനുഗമിക്കാനാണ് തീരുമാനിച്ചുള്ളത്. ലക്ഷ്മണൻ ജാനുജാനീഹി സീതയാജാന്വേദമേ മാം വനം കാരണൈർബഹുഭി തഥ്യേഹി ആര്യമാണാണ് രക്ഷത. അതായത് താൻ ഇഷ്ടപ്പെട്ടിട്ടോ താൻ മുൻകൈ എടുത്തിട്ടോ അല്ല ഈ ലക്ഷ്മണനെയും സീതയെയും കാട്ടിലേക്ക് കൊണ്ടുവന്ന് അവരോട് ഞാൻ കുറേ അഭ്യർത്ഥിച്ചതാണ്, വരരുതെന്ന് അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ എന്നെ അനുഗമിക്കുന്ന ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങ് ചെയ്യണം. അയോധ്യായം രാജ ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ ദശരഥൻ ആദ്യം പറഞ്ഞെന്താണ്, ദശരഥൻ പോയിക്കോളൂ എന്ന് പറയുകയല്ല ചെയ്തതാണ്. രാമായണത്തിലെല്ലാം ഒരൊറ്റ പ്രാവശ്യം പോലും ദശരഥൻ രാമനോട് കാട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ല. വാസ്തവത്തിൽ കൈകൈയാണ് പറഞ്ഞതൊക്കെ. അത് മൗനാനുവാദം പോലെ ദശരഥൻ വർത്തിച്ചു. ദശരഥൻ കൈകൈക്കാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായതുകൊണ്ട് അച്ഛൻ്റെ ആ ധാർമ്മികമായ വാക്ക് ശരിയാക്കാൻ വേണ്ടി ഇദ്ദേഹം പോവുകയാണ്. ഇവിടെയും ഈ രാമനോട് ദശരഥൻ എന്താ പറയുന്നത്, മോനെ നീ കാട്ടിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞാൻ കൈകേയിക്ക് വരം കൊടുത്തു പോലോ എന്നുള്ളതുകൊണ്ട് കഷ്ടത്തിലായതാണ്. അഹം രാഘവ കൈകേയ അവരദാനേന മോഹിത. അവൾക്ക് വരം കൊടുത്തിട്ട് മോഹത്തിൽപ്പെട്ടവനാണ്. മോഹം എന്ന് പറഞ്ഞാൽ കർമാകർമ്മങ്ങൾ വിഹിതാവിഹിതങ്ങളും ധർമാധർമ്മങ്ങളും ഒക്കെ അറിയാണ്ട് വരുന്നൊരു മോഹാവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് എന്താ ആഗ്രഹം, അയോധ്യായാന്തമേവാദ്യ ഭവരാജാനിഗൃഹ്യം. അല്ലേ രാമ, നീ എന്നെ വധിച്ചിട്ടോ തടവിലാക്കിയിട്ടൊന്നും രാജാവാകണം അയോധ്യൻ്റെ എന്നാണ് എൻ്റെ മോഹം. നീ പോകരുത് എനിക്ക് പറയാൻ വയ്യ. നീ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ഈ വാക്ക് വലിയ പൂവല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നീ ഭവരാജൻ നിഗൃഹ്യമാണ്. നിഗൃഹ്യ എന്നുള്ളതിന് വധിച്ചു എന്ന് അർത്ഥം പറയാം. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്നെ തടവിലിട്ടിട്ടെങ്കിലും ബന്ധനത്തിലാക്കിയിട്ടെങ്കിലും നീ അയോധ്യ വാഴണമെന്നാണ്. അപ്പം അങ്ങനെ അവസാനം പോകാറാകുമ്പോഴും ദശരഥൻ്റെ വാക്ക് തന്നെയാണ്, പോകുന്നല്ല പറഞ്ഞത്. പക്ഷേ അതൊന്നും രാമൻ കൂട്ടാക്കാൻ പോയില്ല. അദ്ദേഹം കാരണം രാമനെ സംബന്ധിച്ചോളം ഇപ്പം സ്വന്തം നിലയ്ക്ക് തന്നെ ബാധ്യതയുണ്ട്. കാരണം നേരത്തെ കൈകേയിയോട് അങ്ങ് പരിഭ്രമിക്കേണ്ട, ഞാൻ ഇന്ന് തന്നെ കാട്ടിൽ പോയിക്കൊള്ളാം, ഭരതൻ രാജാവായിക്കൊള്ളട്ടെ എന്ന് കൈകേയിയോടും പറഞ്ഞിട്ടുള്ള രാമൻ. അപ്പം ആ വാക്കിന് വില വേണം. ഇനിയിപ്പോൾ അച്ഛൻ്റെ വാക്ക് നിങ്ങൾ മാത്രമല്ല, താൻ തന്നെ നേരത്തെ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ് കാട്ടിലേക്ക് പോയിക്കൊള്ളാമെന്ന്. കൈകേയി മാതാവിൻ്റെ മുമ്പാകെ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാമൻ പറഞ്ഞു, അച്ഛൻ്റെ വികാരപ്രകടനം കണ്ടപ്പോൾ രാമൻ പറഞ്ഞു, ഭവാൻ വർഷസഹസ്രായ പൃഥിവ്യാപതേപതി. രാജാവ് ആയിരക്കണക്കിന് കൊല്ലം നീ രാജാവായിട്ടിരിക്കുമോ? ഞാനെന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ രാജ്യത്തിൽ മോഹമില്ല. അഹം ത്വരേണ വത്സ്യാമി നമേ രാജ്യസ്യ കാക്ഷിതം. എനിക്ക് രാജ്യം വേണമെന്നോ ഭോഗങ്ങൾ യോജിക്കുന്ന വിചാരമില്ല. ഇനി അങ്ങേക്ക് മകൻ എന്നുള്ളതൊക്കെ എന്നോട് സ്നേഹം വിചാരിച്ചിട്ട് തന്നെ ഞാൻ 14 വർഷം ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് നവമന്തര വർഷാണി വനവാസേ വിഹിത്യ. 14 കൊല്ലക്കാലം കാട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ട് അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കുന്നുണ്ട്, അങ്ങ് പരിഭ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം വീണ്ടും പറഞ്ഞു. അതിനിടയ്ക്ക് കൈകേയി ഈ സമയത്തൊക്കെ രാമനെ പ്രേരിപ്പിക്കുന്നുണ്ട്, തിരക്കൂട്ടുന്നുണ്ട് കാട്ടിലേക്ക് പോകാൻ. കാരണം കൈകേയിക്ക് പരിഭ്രമം ഉണ്ടായിരുന്നു, ജനങ്ങളുടെ സ്വാധീനം കൊണ്ടുമൊക്കെ കാര്യങ്ങളൊക്കെ അട്ടിമറിയുമോ, രാമൻ കാട്ടിൽ പോകാതിരുന്നേക്കുമോ എന്ന് ഭയം ഉണ്ടായിരിക്കണം. അത് കവി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൈകേയി അപ്പോഴൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാൻ. രുദന്നാർത്ഥ പ്രിയം പുത്രം സത്യവാചേന സംയുത കൈകേയ്യാ ചോദ്യമാനസ്തു. കൈകേയ്യാ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് താൻ ഇയാളിങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തരുത്, രാത്രിയാകുന്നതിൻ്റെ കാട്ടിലേക്ക് പറഞ്ഞേക്കണം എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു കൈകേയി. അതൊക്കെ അറിയുന്നവനായ രാമൻ എന്ത് ചെയ്തു,
ഞാൻ ഉടനെ തന്നെ പോകാൻ പുറപ്പെട്ടു. പക്ഷേ ആ ദശരഥൻ സങ്കടത്തോടു കൂടി വീണ്ടും പറഞ്ഞു, മകനെ, അഭിവൃദ്ധിക്കായാലും ശ്രേയസ്സിനായാലും നീ പോയിക്കൊള്ളൂ എന്ന് അവസാനം പറയേണ്ടി വന്നു. അവസരം നഹി സത്യാത്മനസ്ഥാധാധർമാഭിമാനസ്തവ, നിനക്ക് യാത്രയിൽ സുഖം ഉണ്ടാവട്ടെ, സത്യാത്മാവായിരിക്കട്ടെ, ധർമ്മത്തിൽ മനസ്സുറത്തവനായിരിക്കട്ടെ, എങ്കിലും മകനെ നീ പോകരുത് എന്ന് വീണ്ടും പറയുകയും ചെയ്തു. നല്ല അപ്പോൾ ദശരഥൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി നേർക്കല്ല നിൽക്കുന്നത്. ആദ്യം പോകരുത് എന്ന് പറഞ്ഞു, ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് അനുഗ്രഹവും ആശിസവും കൊടുത്തു. അതിന് 33 ശ്ലോകത്തിൽ വീണ്ടും പറയുന്നത്, മോനെ നീ പൊയ്ക്കളരുതെന്നാണ്. അദ്യസ്തുജാനിൻ്റെ ജനിം പുത്രമായക്ഷതമത. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് നീ ഒരിക്കലും പോകരുത് എന്നുള്ള അർത്ഥത്തിലല്ല, നീ ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് പോവാം, നാളെ രാവിലെ പോകും, ഒരു ദിവസം കൂടി ഇതാ എൻ്റെ അടുത്ത് തന്നെ പാർക്കുമെന്നാണ്. രാമൻ പറഞ്ഞു, ഇന്ന് ഈ കൊട്ടാരത്ത് പാർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ നാളെ ഇപ്പം ആര് തരും? നാളെ ഏതായാലും പോകണമല്ലോ കാട്ടിൽ. അപ്പം അങ്ങനെ ഇരിക്കെ ഇന്ന് മാത്രമായിട്ട് ഇത് അനുഭവിച്ചിട്ട് എന്താണ് എന്നുള്ള മട്ടിൽ ആണ്. കുട്ടീഷ്മാരായ അദ്ദേഹത്തിൻ്റെ ആത്മീയയുടെ രാമൻ എന്നുള്ള പ്രസിദ്ധമായ ലേഖനത്തിൽ രാമനൊരു പരിഭവം പറയുകയാണ് ചെയ്യുന്നത് എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ ഇവിടെ രാമൻ പരിഭവം ഒന്നും പറയല്ല, പരിഭവം പറഞ്ഞ പോലെ നമുക്ക് തോന്നും. കാരണം ഇന്നിപ്പോൾ രാത്രി ഇവിടുന്ന് ജാതീയമായ ഭക്ഷണം കിട്ടും, നാളെ ആരാണ് തരാനുള്ളത്, ഇവിടെ വന്നിട്ട് എന്താ വേണ്ടത് എന്നുള്ള മട്ടിൽ പറയുന്ന പോലെ തോന്നാം. പക്ഷെ വേറെ തരത്തിലും പറയാതെ, വേറെ തരത്തിൽ ഞാൻ കൈകൈ മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുന്ന വേഗം പാലിക്കുകയാണ് ധർമ്മിഷ്ഠന്മാരുടെ സ്വഭാവം. അല്ലാതെ പോകാമല്ലോ, ഞാൻ കാട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ നാളെ പോകും എന്ന് പറയല്ല. പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യത്തെ തന്നെ പോവാണ് വേണ്ടത്. അതാണ് വാക്കിന് കൊടുക്കുന്ന ഊന്നലും ബലമൊക്കെ അതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ തന്നെ പോവാണ്. മാതരം മാന്യസംപശ്യൻ വസേമദ്യ സർവരിം അതർപ്പിത സർവകാവേസ്തം ശ്വക്കാല്യേ സാധയിഷ്യസി. ദശരഥൻ പറഞ്ഞത് നാളെ പോകുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതൊന്നും വഴങ്ങിക്കൊടുത്തില്ല എന്നർത്ഥം. ദശരഥൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഈ കയ്യയുടെ വാക്കിൽ ഞാൻ കുടുങ്ങിപ്പോയതാണ്. വഞ്ചന അതു യാതുലബ്ധ മേ താം ത്വം നിസ്തംഹി. ഇവർക്ക് വാക്ക് കൊടുത്തു എന്നുള്ളൊരു അപകടത്തിൽ ചെന്ന് ചാടിയതാണ് ഞാൻ. അതുകൊണ്ട് നീ എന്തെങ്കിലും വ്യസനത്തിൽപ്പെടുത്തരുത്, പോരുന്ന ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അങ്ങനെ മോഹാലസ്യത്തെ എന്ന് പറഞ്ഞാൽ ബുദ്ധിയോ അതിൻ്റെ മനസ്സൊന്നും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ളൊരു ഒരാളുടെ വാക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി അനുസരിക്കുകയല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് പോവാണ്, വീണ്ടും വേണ്ടിപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറപ്പെട്ടു എന്നാണ്. ചതുശ്രതമാവൽസേവനേ വനജരൈസകാമാഭിമർശോധീഭരതായ പ്രതീയതാം. അങ്ങനെ യാതൊരു ഒന്നും വിഷമിക്കരുത്, രാജ്യം ഭരതനെ എഴുതി ചെയ്യൂ, ഭരതനൊക്കെ ഉള്ള ചെയ്തുകൊള്ളൂ, ഒന്നും വിചാരിക്കാതെ. നഹിമേ കാക്ഷിതൻ രാജ്യം. രാമൻ ഉറപ്പിച്ച് പറയുന്നത്, എനിക്ക് രാജ്യത്തിൽ കാക്ഷിയില്ല. സുഖം ആത്മനിവാപ്രിയം യഥാനിദേശം കർത്തും വൈ തവൈവ രഘുനന്ദന. എനിക്ക് എന്തിനും ഉപേക്ഷിക്കാൻ വിഷമമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല അദ്ദേഹം. 47 വീണു കാണാൻ നൈവാഹൻ രാജ്യം ഇച്ഛാമി ന സുഖം നഖമേദിനിം. സുഖമോ ഈ ഭൂമിയോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് വിഷമവുമില്ല. നൈവ സർവാനിമാൻ കാമാൻ സ്വർഗം നഖജീവിതം. സ്വർഗം പോലും ഞാൻ ഉപേക്ഷിക്കാൻ എനിക്ക് മടിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ സത്യത്തെ വിചാരിച്ചിട്ട് പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് രാമനത് വ്യക്തമായി, അതായത് അച്ഛൻ പറഞ്ഞ അനുസരിക്കാതിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട വെച്ചിട്ട് വീണ്ടും പറഞ്ഞു, അർത്ഥിതോഹ്യസ്മി കയ്യയ്യ അവനം ഗച്ഛേത് രാഘവ. ഈ കയ്യൈ മാതാവിനോട് കാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോകാമെന്ന് പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് അച്ഛൻ്റെ ഈ വികാരപ്രകടനങ്ങൾ കൊണ്ടൊന്നും താൻ പിന്നോട്ടില്ല എന്നർത്ഥം. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞു, അഹം വിദേശം ഭവതോനുപാലയൻ വനം ഗമിഷ്യാമി ചിരായ സേവിതം. അങ്ങനെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകാൻ അങ്ങനെ തടയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറപ്പെട്ടു എന്നർത്ഥം. എന്നിട്ട് അവിടെ പറഞ്ഞ വാക്കുകളൊക്കെ ചില നിരൂപന്മാരും വിമർശകന്മാരും വ്യാഖ്യാതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാമൻ ആവർത്തിച്ച് പറയുന്നത്, എനിക്ക് സീതയോ ലക്ഷ്മണനെയോ പോലും ഉപേക്ഷിക്കാൻ മടിയില്ല, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള ഈ സത്യമൊക്കെ പിന്നെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ ഉത്തരരാമായണത്തിൽ കാണുക. ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നു, സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഇത് വാക്ക് വ്യഭിചാരമാണ്. ആവശ്യമുള്ള സമയത്ത് ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കാമെന്നല്ലാതെ എനിക്ക് ഉപേക്ഷിക്കാൻ മടിയില്ല എന്ന് ഇനിയും കാണാം നമ്മൾ രാമായണത്തിൽ. 4 5 ദിക്കിൽ രാമൻ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് വേണ്ടാത്ത വാക്കുകൾ, വേണ്ടാത്ത പ്രതിജ്ഞ ഒന്നും പാലിക്കണ്ടേ, പറയേണ്ടതില്ല എന്നർത്ഥം. വീണ്ടും പറഞ്ഞതാണ്, എനിക്ക് ആരെ ഉപേക്ഷിക്കാനും വിഷമമില്ല എന്നാണ്.
ന സർവകാമാൻ വസുധാം ന മൈഥിലിം ന ചിന്തിതം താം അനതേന യോജയൻ. കളവിനെ ആശ്രയിച്ചിട്ട് സുഖമായിരിക്കുന്നതിന് നല്ലത്, എനിക്കിതൊന്നും ഉപേക്ഷിക്കാൻ മടിയില്ല, അതുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ആളിലൊക്കെ ഗംഭീരമായി കരഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് 34 സർഗം അവസാനിക്കുന്നത്. രുദൻ സുമന്ത്രോപി ജഗാമൂർച്ഛാം ഹാഹാകൃതം തത്ര ബഭൂവ സർവം. രാമൻ കാട്ടിലേക്ക് തന്നെ കുറച്ച് പുറപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുമന്ത്രനടക്കമുള്ള പ്രജകൾ ആളിലൊക്കെ കരഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് 34 സർഗം സമാപിച്ചത്. ഇനി അടുത്ത സർഗത്തിൽ കൈകേയി അവർക്ക് വനവാസനിതമായ മരവുരികളൊക്കെ നൽകുന്നതിനെ പറ്റിയൊക്കെയുള്ള ഭാഗങ്ങളാണ്. അതടുത്ത പ്രഭാഷണം കേൾക്കാം. നമസ്കാരം.